ഈ ഒരു ഇമേജിൽ നമുക്കൊരു 1 മിനിറ്റ് 5 മിനിറ്റ് 15 1 അവർ 4 അവർ ഡെയിലി വീക്കിലി മന്ത്ലി പലതരത്തിലുള്ള ടൈം ഫ്രെയിം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇത് ആരൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ 1 മിനിറ്റ് കണ്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ ട്രേഡ് ചെയ്യുന്നവരെ സ്കാൽപ്പർ എന്ന് പറയും. അവർക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ട്രേഡ്സ് കിട്ടും. അവർ ചിലപ്പോൾ 1 അവറിൽ തന്നെ 5 6 അല്ലെങ്കിൽ 10 ട്രേഡ് എടുക്കാനുള്ള ചാൻസ് അവർക്ക് കിട്ടും. അവിടെ അത് ഏറ്റവും ടോപ്പ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പീഡും വേണം, നമ്മുടെ ഹൈ ആക്യുറസി ആയിരിക്കണം, വേറെ ഒന്നിലേക്കും ശ്രദ്ധ തിരിക്കരുത്, നഷ്ടം വരാനും ലാഭം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസത്തിൽ കുറച്ചും കൂടി ക്യാൻഡിൽസ് കുറഞ്ഞു. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനേലും സേഫാണ്. അപ്പോൾ ഇവ തന്നെ ഏറ്റവും താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. മന്ത്ലി ചാർട്ട് എന്ന് മന്ത്ലിയുടെ ഒരു ക്യാൻഡിൽ കാണുമെങ്കിൽ നമുക്കൊരു മാസത്തേക്ക് നമുക്ക് ഒറ്റ പ്രൈസ് പോയിൻറ്റ്സ് ചില 4 പ്രൈസ് പോയിൻറ്റ്സേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു 12 മാസത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 12 ക്യാൻഡിലേ കിട്ടുള്ളൂ. അവിടെ നമുക്ക് ഡിസിഷൻ മേക്കിങ് അധികമില്ല, നമുക്ക് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. വീക്ക്ലി ഡെയിലി കാണുമ്പോൾ അതനുസരിച്ച് വീണ്ടും കുറച്ചും കൂടി കുറയുന്നു. പിന്നെ ഇത് ക്രിപ്റ്റോനെ ബേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡെയിലി ഉണ്ടാവും, ഡെയിലി ക്യാൻഡിൽ നോക്കുക, പിന്നെ 1 അവർ നോക്കുക, പിന്നെ 15 മിനിറ്റ്സ് നോക്കുക. അതായിരിക്കും ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ. ഡെയിലിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. 1 അവർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില സ്വിങ് പോയിൻറ്റ്സ് കിട്ടും, ഹൈ ലോ കിട്ടും. പിന്നെ 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡിൻ്റെ നമുക്ക് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും.